രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഈ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെ ഉണ്ടായി എന്ന്? മനുഷ്യരാശി തുടക്കം മുതലേ ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? നമ്മൾ എവിടെ നിന്ന് വന്നു? 20th സെഞ്ചുറിയിൽ എഡ്വിൻ ഹബിൾ എന്ന സയന്റിസ്റ്റ് ഒരു വലിയ സത്യം കണ്ടെത്തി. പ്രപഞ്ചം വികസിക്കുകയാണ്, ഗാലക്സികൾ പരസ്പരം അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വികാസത്തെ നമ്മൾ പിന്നോട്ട് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ സമയം തിരിച്ചോടിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ചെറുതായി ചെറുതായി വന്ന് അവസാനിക്കാത്തത്ര ഭാരവും ചൂടുമുള്ള ഒരൊറ്റ പോയിന്റിലേക്ക് ചുരുങ്ങും. ആ പോയിന്റിനെ നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആ സിംഗുലാരിറ്റിയിൽ നിന്നാണ് നാം ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ വിസ്ഫോടനത്തെ നമ്മൾ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. ഈ സിദ്ധാന്തം ശാസ്ത്രലോകം അംഗീകരിച്ചതാണ്. എന്നാൽ ഇത്തരത്തിൽ തൃപ്തരാവാത്ത ചിലരുണ്ട്. ഒരു സാധാരണക്കാരൻ മുതൽ വലിയ സയൻസുകൾ വരെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു? അവിടെ ഒന്നുമില്ലായ്മയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ബിഗ് ബാങ്ങിന് മുൻപ് എന്നതിന് മുൻപ് നാം സമയം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണമായി സമയത്തെ ഒരു നേർരേഖയായാണ് കാണുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ എന്തൊരു സംഭവം നടന്നാലും അതിനൊരു മുൻപുണ്ടാകണമെന്ന് നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നു. കാരണം നമ്മൾ ജനിച്ചതും ജീവിക്കുന്നതും സമയത്തിനുള്ളിലാണ്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മളോട് പറയുന്നത് സ്പേസ് ആൻഡ് ടൈം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവ വേർപിരിക്കാനാവാത്ത ഒന്നാണ്. പ്രപഞ്ചമുണ്ടായ സമയത്ത് തന്നെയാണ് സമയവും സ്പേസും ഉണ്ടായത്. ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിലൂടെയാണ് സമയമെന്ന പ്രതിഭാസം ജനിച്ചത്. അപ്പോൾ പിന്നെ സമയം ജനിക്കുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഫേമസ് സയന്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ഉത്തരം നൽകിയത്. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത് ബിഗ് ബാങ്ങിന് മുൻപ് എന്തെന്ന് ചോദിക്കുന്നത് ഭൂമിയുടെ സൗത്ത് പോളിൻ്റെ സൗത്ത് ഭാഗത്ത് എന്തെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഭൂമിയിലൂടെ നടന്ന് സൗത്ത് പോളിൽ എത്തിയെന്ന് കരുതുക. അവിടെ നിന്ന് വീണ്ടും സൗത്തിലേക്ക് നടക്കാൻ സാധിക്കുമോ? ഇല്ല. അവിടെ ഭൂമിയിൽ എല്ലാ ദിശകളും അവസാനിക്കുന്നു. നോർത്തിലേക്ക് നടക്കാം, പക്ഷേ സൗത്തിലേക്കെന്ന് പറയാൻ വേറെ സ്ഥലമില്ല. അതുപോലെ തന്നെയാണ് സമയത്തിൻ്റെ കാര്യവും. നിങ്ങൾ സമയത്തിലൂടെ പിന്നോട്ട് നടന്ന് ബിഗ് ബാങ് നടന്ന നിമിഷത്തിലേക്ക് എത്തിയാൽ പിന്നെ പിന്നോട്ട് പോകാൻ അവിടെ സമയമില്ല. കാരണം സമയം അവിടെ ആരംഭിക്കുകയാണ്, അതിന് മുൻപ് എന്നൊരു സങ്കല്പമില്ല. അതുകൊണ്ട് ബിഗ് ബാങ്ങിന് മുൻപ് എന്ത് എന്ന ചോദ്യം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് ഹോക്കിംഗ് പറയുന്നു. സമയമില്ലാത്ത ഒരിടത്ത് സംഭവങ്ങളില്ല, കാരണങ്ങളില്ല, ഫലങ്ങളുമില്ല. നമ്മുടെ തലച്ചോറിന് ഒരുപക്ഷെ ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ശാസ്ത്രലോകം ഹോക്കിങ്ങിൻ്റെ ഉത്തരത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കാരണം ക്വാണ്ടം ഫിസിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് പറയാൻ മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ സയൻസിന് ഒന്നുമില്ലായ്മ എന്നൊരു വാക്കില്ല. നിങ്ങളൊരു പെട്ടിയിൽ നിന്ന് അതിലെ വായുവും കണികകളും പ്രകാശവും എല്ലാം നീക്കം ചെയ്ത് ശൂന്യമാക്കിയാലും അത് പൂർണ്ണമായും ശൂന്യമല്ല. ക്വാണ്ടം ലെവലിൽ നോക്കുമ്പോൾ ആ ശൂന്യതയിൽ എപ്പോഴും ചെറിയ വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ശാന്തമായ കടൽ പോലെയല്ല, മറിച്ച് തിളച്ചു മറിഞ്ഞൊരു സൂപ്പ് പോലെയാണ്. ഇതേ ആശയമാണ് ചില സയന്റിസ്റ്റുകൾ ബിഗ് ബാങ്ങിന്റെ കാര്യത്തിലും പറയുന്നത്. ബിഗ് ബാങ്ങിന് മുൻപ് സമയമില്ലാതിരിക്കാം, പക്ഷേ അവിടെ ഒരു ക്വാണ്ടം ഫീൽഡ് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഫീൽഡിലുണ്ടായ ഒരു ചെറിയ വ്യതിയാനത്തിൽ നിന്നാണ് നമ്മുടെ പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുണ്ടായത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും വന്ന മറ്റൊരു വലിയ തിയറിയാണ് മൾട്ടിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങൾ എന്ന ആശയം. അലൻ ഗുത്ത് എന്ന സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച ഈ തിയറി അനുസരിച്ച് പ്രപഞ്ചം ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒറ്റത്തവണയല്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കുമിള ഉണ്ടാകുന്നത് പോലെ ഒരു കുമിള ഉണ്ടാകുന്നു, അത് വലുതാകുന്നു. അതുപോലെ അനന്തമായ ക്വാണ്ടം ശൂന്യതയിൽ എപ്പോഴും ബിഗ് ബാങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബിഗ് ബാങ്ങിലൂടെയും ഓരോ പുതിയ പ്രപഞ്ചം ഉണ്ടാകുന്നു. നമ്മുടെ പ്രപഞ്ചം അങ്ങനെ ഉണ്ടായ ഒരു കുമിള മാത്രമാണ്. ഈ അനന്തമായ വികാസത്തെ എറ്റേണൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഇതനുസരിച്ച് നോക്കിയാൽ ബിഗ് ബാങ്ങിന് മുൻപ് ഇവിടെ മറ്റു പ്രപഞ്ചങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകും. നമുക്ക് തൊട്ടുപുറത്ത് വേറെ പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം. ചില കുമിളകൾ തമ്മിൽ കൂട്ടിയിടിച്ചേക്കാം. നമ്മൾ ഈ ശൂന്യതയിൽ ഒറ്റയ്ക്കല്ല. ഈ ക്വാണ്ടം ഫീൽഡ് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ഇനി ഇതിനേക്കാൾ രസകരമായ മൂന്നാമത്തെ ഒരു തിയറി ഉണ്ട്. ഭാരതീയ പുരാണങ്ങളിലെ ആശയങ്ങളുമായി വളരെയധികം സാമ്യമുള്ള ഒന്ന്. അതാണ് സൈക്ലിക് യൂണിവേഴ്സ് അഥവാ ബിഗ് ബൗൺസ്. ഈ തിയറി അനുസരിച്ച് ബിഗ് ബാങ് എന്നതൊരു സമ്പൂർണ്ണമായ തുടക്കമല്ല, മറിച്ച് അതൊരു രൂപാന്തരം മാത്രമാണ്. എന്താണ് ഈ തിയറി എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഈ വികാസം എക്കാലവും തുടരില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിലെ ഗ്രാവിറ്റി ഈ എക്സ്പാൻഷനെ തടഞ്ഞു നിർത്തും. ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയ ശേഷം വിട്ടാൽ എന്ത് സംഭവിക്കും? അത് അതിവേഗം പഴയ രൂപത്തിലേക്ക് പോകും. അതുപോലെ എക്സ്പാൻഡായ പ്രപഞ്ചം പതുക്കെ ചുരുങ്ങാൻ ആരംഭിക്കും. ഗാലക്സികളും സ്റ്റാർസും തമ്മിൽ കൂട്ടിയിടിക്കും. യൂണിവേഴ്സിന്റെ താപനില വളരെയധികം വർദ്ധിക്കും. അവസാനം പ്രപഞ്ചം മുഴുവൻ വീണ്ടും ഒരു ചെറിയ പോയിന്റിലേക്ക് ചുരുങ്ങും. ഇതിനെ സയന്റിസ്റ്റുകൾ ബിഗ് ക്രഞ്ച് എന്ന് വിളിക്കുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആ പോയിന്റ് വീണ്ടും പൊട്ടിത്തെറിക്കും. വീണ്ടും ഒരു ബിഗ് ബാങ്. പുതിയ പ്രപഞ്ചം ജനിക്കുന്നു.
അതായത് ബിഗ് ബാങ് എന്നത് ഒരു യൂണിവേഴ്സിന്റെ ഡെത്തും മറ്റൊരു യൂണിവേഴ്സിന്റെ ബർത്തുമാണ്. ഈ പ്രക്രിയ ഒരു ഇൻഫിനിറ്റ് സൈക്കിളാണ്. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ച സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന തത്വമാണ്. എല്ലാം ഉണ്ടാവുകയും കുറച്ചുകാലം നിലനിൽക്കുകയും പിന്നീട് നശിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പുതിയത് ഉണ്ടാകുന്നു. റോജർ പെൻറോസ് എന്ന നോബൽ സമ്മാന ജേതാവായ സയന്റിസ്റ്റ് കൺഫോമൽ സൈക്ലിക് കോസ്മോളജി എന്ന പേരിൽ ഇതേ ആശയത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയിട്ടുണ്ട്. പഴയ പ്രപഞ്ചങ്ങൾ അവസാനിച്ചപ്പോൾ ഉണ്ടായ റേഡിയേഷന്റെ ബാക്കി പത്രങ്ങൾ നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഉണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്നതിന് വ്യക്തമായ ഉത്തരമുണ്ട്. മറ്റൊരു പ്രപഞ്ചം. ആ യൂണിവേഴ്സിലും ഒരുപക്ഷെ നമ്മളെപ്പോലെ മനുഷ്യർ ഉണ്ടായിരുന്നിരിക്കാം, ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ ശാസ്ത്രം ഇന്ന് എത്രത്തോളം വളർന്നിരിക്കുന്നു എന്ന് നോക്കൂ. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ യൂണിവേഴ്സിന്റെ തുടക്കം കണ്ടതാണ്. സ്പേസിൽ നമ്മൾ എത്ര ദൂരേക്ക് നോക്കുന്നോ അത്രയും പഴയ കാലത്തേക്കാണ് നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രകാശം സഞ്ചരിക്കാൻ സമയമെടുക്കും. അതായത് 10 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഒരു സ്റ്റാറിനെ നമ്മൾ ഇന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ 10 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആ സ്റ്റാർ എങ്ങനെയായിരുന്നു അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടെലിസ്കോപ്പുകൾ യഥാർത്ഥത്തിൽ ടൈം മെഷീൻസ് ആണ്. ഇങ്ങനെ നോക്കി നമ്മൾ ബിഗ് ബാങ് നടന്നതിന് ശേഷമുള്ള വെറും കുറഞ്ഞ മില്യൺ വർഷങ്ങൾ വരെയുള്ള കാഴ്ചകൾ ഇതിനകം കണ്ടുകഴിഞ്ഞു. ബിഗ് ബാങ് എന്ന ആ ആദ്യ സ്ഫോടനത്തിന് അപ്പുറത്തേക്ക് നോക്കാൻ വെളിച്ചത്തിന് പോലും കഴിയില്ല. കാരണം ആ സമയത്ത് പ്രകാശം ഉണ്ടായിരുന്നില്ല. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ റേഡിയേഷൻ മതിൽ അതിനു മുൻപുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിമുട്ട്? കാരണം നമ്മുടെ മനുഷ്യ മസ്തിഷ്കം പരിണമിച്ചിരിക്കുന്നത് 3 ഡയമെൻഷനുള്ള ഒരു ലോകത്ത് ജീവിക്കാനാണ്. നീളം, വീതി, ഉയരം എന്നിവയും പിന്നെ സമയം എന്ന ഒരു ഒഴുക്കും. ഇതല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. സ്ട്രിംഗ് തിയറി എന്ന സങ്കീർണമായ ഭൗതികശാസ്ത്ര സിദ്ധാന്തം പറയുന്നത് നമ്മുടെ പ്രപഞ്ചം വെറും 4 ഡയമെൻഷന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ നാം കാണാത്ത 10-11 ഡയമെൻഷനുകൾ ഉണ്ടായിരിക്കാം. ഉറുമ്പുകൾ ഒരു വലിയ പന്തിന്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ അവയ്ക്ക് അതൊരു പരന്ന പ്രതലമായി തോന്നും. അവയ്ക്ക് ആ പന്തിന്റെ യഥാർത്ഥ വലിപ്പമോ രൂപമോ മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മളും. നമ്മൾ ജീവിക്കുന്നത് അനന്തമായ ഡയമെൻഷനുള്ള ഒരു വലിയ ലോകത്തായിരിക്കാം. പരന്ന 2 പ്രതലങ്ങൾ അഥവാ ബ്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ ഊർജ്ജമാണ് ബിഗ് ബാങ് ആയി മാറിയതെന്നും ഒരു തിയറിയുണ്ട്. സമാന്തരമായി ഒഴുകുന്ന 2 പ്രപഞ്ചങ്ങൾ കൂട്ടിയിടിക്കുമ്പോഴാണ് പുതിയൊരു പ്രപഞ്ചം ഉണ്ടാവുന്നത്. നമ്മുടെ ചെറിയ ബുദ്ധിക്ക് കാണാൻ കഴിയുന്നത് ആ മഹാസമുദ്രത്തിലെ ഒരൊറ്റ തുള്ളി മാത്രമാണ്. ഇതിലേതാണ് ശരി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് മീ അബൈ, സൈനിങ് ഓഫ്.